ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാവങ്ങൾക്ക് കുറച്ച് വീട് കിട്ടുന്നതിനുള്ള അസൂയാണിത്. 2.25 ലക്ഷം വീടുകളാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾക്കും മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്കും ഗവൺമെന്റ് കൊടുത്തത്. ഒരു 2 ലക്ഷം വീടുകൾ കൂടി കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അതിന് നമ്മുടെ കയ്യിൽ സ്ഥലമില്ല. അപ്പോൾ സ്ഥലവും വീടും കൊടുക്കുന്ന ഒരു 3ാം ഘട്ട പദ്ധതിയിലാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായി മനോഹരമായ കോൺക്രീറ്റ് കെട്ടിടം, നല്ല ഹാബിറ്റേറ്റ് രൂപം കൊടുത്ത പ്ലാനോട് കൂടിയിട്ടുള്ള കെട്ടിടം വടക്കാഞ്ചേരിയിൽ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാർക്കും പിന്നോക്കക്കാർക്കും വേണ്ടി പണിയുന്ന സമയത്ത് അവിടെയുള്ള MLA ഈ സാമുദായികത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞതുള്ളാണോ വേണ്ടത്? സാങ്കേതികമായ എന്തെങ്കിലും ലക്കുന ഉണ്ടെങ്കിൽ, ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞങ്ങളൊന്നും കാണുന്നില്ല. എത്ര ഫയലുകൾ എന്റെ മുമ്പിൽ വന്ന പഴയ ഗവൺമെന്റിന്റെ എത്രയോ ഫയലുകൾ എനിക്കറിയാം. ഈ രൂപത്തിലുള്ള ന്യൂനതകൾ ഉണ്ടായി, അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരള ഗവൺമെന്റ് ഒരു വിദേശ ഏജൻസിയുമായി എഗ്രിമെന്റ് MOU ഒപ്പിടുന്നു. ആ MOUന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കൊടുത്ത സ്ഥലം, ഗവൺമെന്റ് കൊടുത്ത പ്ലാൻ പ്രകാരം MOU പ്രകാരം തന്നെ അവർ വീട് വെക്കുന്നു. അർഹതപ്പെട്ട ബെനിഫിഷ്യറീസിനെ ഗവൺമെന്റ് തെരഞ്ഞെടുക്കുന്നു, അവർക്കത് കൈമാറുന്നു. ഇതിനെന്തിനാ അസൂയപ്പെടുന്നത്? എന്നിട്ട് കുറെ എണ്ണം അവിടെ പോവാ, എന്നിട്ട് ഈ കോൺക്രീറ്റ് കെട്ടിടം ഇങ്ങനെ ചൊട്ടി നോക്കുക, ഇങ്ങനെ മൂത്തിട്ടുണ്ടോ, പടുത്തയാക്കാൻ മൂത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത് പോലെ ഇങ്ങനെ വിരളുകൊണ്ട് ഇഷ്ടികന്റെ മുകളിൽ ചതല് പറ്റിയിട്ടുണ്ടോ? എന്ത് നോക്കാനാണ് ഇവര് പോയത്? 10 പൈസ കൊടുത്ത ആൾക്കാരാണോ ഇവര്? ഇവിടെ ഹോക്കി വന്നു, ഇവിടെ പ്രളയം വന്നു, ഇവിടെ കോവിഡ് വന്നു. 10 പൈസ കൊടുത്തിട്ടുണ്ടോ ഇവര്? ഇവർക്ക് എന്താ ചോദിക്കാനുള്ള അധികാരം? കുറെ സംഘടനകളുണ്ടല്ലോ, KSU ഉണ്ട്, INTUC ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഓരോ ദിവസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തുമ്പോ അവരവർക്ക് കഴിയാവുന്ന സംഭാവന കൊടുക്കുന്നുണ്ടല്ലോ. ഈ കതറു ഇട്ട് ഇസ്തിരി ഇട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലുണ്ടല്ലോ. 10 പൈസ കൊടുത്തോ? അത് കൊടുത്തിട്ട് പറ. പൊളിക്കലല്ല വേണ്ടത്. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കേരള ഗവൺമെന്റ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത്. ഒരു നല്ല വാക്ക് പറയാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? എല്ലാം പൊളിക്കുക. ഈ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരള ഗവൺമെന്റ് നടത്താൻ പോകുന്നത്. അതിന് ഞങ്ങൾ കൺസൾട്ടൻസി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ കൺസൾട്ടൻസിയെ മാറ്റാൻ പോകുന്നില്ല. ഈ കൺസൾട്ടൻസിയെ കൊണ്ട് തന്നെ ഞങ്ങൾ ഈ പണി നടത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കും. നിയമപരമായിട്ടുള്ള ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടവർക്ക് ഇത് അവാർഡ് ചെയ്ത് കൊടുക്കും. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ കുറെ പണികളുണ്ട്. അപ്പൊ കുറെ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച്, കുറെ IAS പിടിച്ച് ഡീമോറലൈസ് ചെയ്യിപ്പിച്ച് സ്തംഭിപ്പിക്കാമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? നടക്കില്ല. പിണറായി വിജയൻ ഗവൺമെന്റിനെ അങ്ങ് താഴ്ത്തിക്കളയാമെന്നാണോ വിചാരിക്കുന്നത്? അതും സാധിക്കില്ല. രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനമല്ലേ? ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ ഇവർ നടത്തുന്നത്? എന്ത് തെറ്റ് ചെയ്തു ഈ ഗവൺമെന്റ്? ഇത്രയും ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഗവൺമെന്റിനോടൊപ്പം നിന്ന് സഹകരിക്കേണ്ട പ്രതിപക്ഷം ഈ രൂപത്തിലുള്ള സമീപനമാണോ കാട്ടേണ്ടത്? കോവിഡിന്റെ വ്യാപനത്തിന്റെ ഭാഗമായി ആർക്കാണിത് വരാൻ പോകുന്നത് എന്നറിയില്ല. റിവേഴ്സ് ക്വാറന്റൈനിലുള്ള ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് വരുത്തുക. നമ്മളിവിടെ 61 വയസ്സ് തികഞ്ഞ 71 പേരുണ്ട്. 70 വയസ്സ് തികഞ്ഞ 41 പേരുമുണ്ട്. ക്വാറന്റൈനിൽ പോകേണ്ട ആൾക്കാരെ അവിടെ പിടിച്ച് ഇരുത്തിയിട്ട് ഇത് അവിശ്വാസ പ്രമേയം 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ, ഒരു ദിവസം, 2 ദിവസം ഇവിടെ ഇരിക്കണമെന്ന് പറയുന്നത്. തലയിൽ എന്താ ഉള്ളത്? ഈ ഘട്ടത്തിലാണോ ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യത്ത് ഒരു വിദേശ രാജ്യം ആക്രമിക്കാൻ വരുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരായി പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം ബുദ്ധിയുള്ളിയും കൊണ്ടുവരില്ല. ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷവും കൊണ്ടുവരില്ല. അതിനേക്കാളും വലിയ മഹാമാരിയെ
നേരിടുക നമ്മളിവിടെ? ഒരു നല്ല വാക്ക് പറയണ്ടേ? കാലിക്കറ്റ് എയർപോർട്ടിൽ പോയി കളക്ടറും അതുപോലെ തന്നെ SP-യും പോസിറ്റീവായി. അവരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു. ആ ഒറ്റ കാരണത്താൽ സ്വാഭാവികമായും ക്വാറന്റൈനിൽ പോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർബന്ധിക്കപ്പെടും. എന്നിട്ട് ഒളിച്ചോടി അവിടെ വീട്ടിലിങ്ങനെ കിടക്കുക. ലജ്ജയില്ലേ പറയാനിതൊന്നും? നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുമ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അങ്ങ് തകർന്നു പോകുമെന്നാണോ വിചാരിക്കുന്നത്? അവിശ്വാസ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. നിങ്ങളോടൊപ്പം ജനങ്ങളുണ്ട് എന്ന് വിചാരിക്കരുത്. നിങ്ങളോടൊപ്പം നിൽക്കുന്ന MLA-മാർ അവിടെ തന്നെ ഉണ്ടാകുമെന്നും വിചാരിക്കണ്ട. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ദയനീയമായ ചിത്രമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. കേരള ജനതയുടെ മുമ്പിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. ഈ ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ മാപ്പർഹിക്കാത്ത കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്ത് തെറ്റ് ഞങ്ങൾ ചെയ്തു? നിങ്ങളുടെ കാലഘട്ടത്തിൽ 32 പ്രാവശ്യം നിങ്ങൾ ചെയ്ത ഒരു തെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് 32 പ്രാവശ്യം നിങ്ങൾക്ക് സ്ട്രിക്ചേഴ്സ് ഉണ്ട്. സരിത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഈ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ എതിരായി ഒരു സെന്റൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.